അമ്മയിലെ തർക്കത്തിൽ നടൻ ടിനി ടോമിനെതിരെ നിയമ നടപടിക്കൊരുങ്ങിയ അൻസിബ. ആഭ്യന്തരമന്ത്രിക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും പരാതി നൽകും. തൃപ്പൂണിത്തുറ ഹിൽ പാലസ് വനിതാ സെൽ സിഐക്കെതിരെയും പരാതി നൽകും. പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി മാനസികമായി പീഡിപ്പിച്ചെന്നാണ് അൻസിബയുടെ ആരോപണം. അതേസമയം അമ്മ എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്ക് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിൽ വിലക്കേർപ്പെടുത്തി. കുടുംബസംഗമത്തിലെ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങളോട് ഭാരവാഹികൾ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. അതിനിടെ അൻസിബയ്ക്കെതിരെ നടി പ്രിയങ്കയും രംഗത്തെത്തി. അതിനിടെ അമ്മയിൽ നിലവിലെ ഭരണസമിതി പിരിച്ചുവിടണമെന്ന് മാല പാർവതി ന്യൂസ് 18നോട് പ്രതികരിച്ചു. അതെ, അത് കഴിഞ്ഞ വർഷത്തെ കമ്മിറ്റിയുടെ ഇന്റേണൽ ഓഡിറ്റ് ചെയ്ത റിപ്പോർട്ട് ഈ ഭരണസമിതി ചാർജ് എടുത്താൽ 3 മാസത്തിനകം ഞങ്ങളിലേക്ക് എത്തും, എല്ലാ മെമ്പേഴ്സിനും അയച്ചു തരുമെന്ന് പറഞ്ഞിരുന്നു. ഇതുവരെയും അതിന്റെ ഓഡിറ്റ് വന്നിട്ടില്ല. അതായത് ബാബുരാജിന്റെ പീരീഡിലുള്ള അമ്മ സംഘടനയുടെ ഇന്റേണൽ ഓഡിറ്റ് ചെയ്ത പേപ്പർ ഞങ്ങൾക്ക് അയച്ചു തരുമെന്നായിരുന്നു കരാറ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ജനറൽ ബോഡിയിൽ കണക്ക് അവതരിപ്പിച്ചിരുന്നില്ല. അത് ഒരു കീഴ്വഴക്കമല്ല, സാധാരണഗതിയിൽ കൃത്യമായി കണക്ക് അവതരിപ്പിക്കാറുണ്ട് ജനറൽ സെക്രട്ടറി. ഈ വർഷത്തെ ഇനി 21-ാം തീയതിയാണ് ജനറൽ ബോഡി. അന്ന് ഇവർ കൃത്യമായ കണക്കുകൾ കാണിക്കും എന്നാണ് വിചാരിക്കുന്നത്. ഇതിനകത്ത് സാമ്പത്തികമായി മെമ്പേഴ്സിന് നേട്ടമുണ്ടാകുന്ന കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് പരസ്പരം ആരോപണങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് കടലാസ് കണ്ടാലേ അറിയാൻ പറ്റുള്ളൂ, ബാലൻസ് ഷീറ്റ് കണ്ടാലേ നമുക്ക് അറിയാൻ പറ്റൂ. അഭ്യൂഹങ്ങളിൽ നിന്ന് നമുക്ക് പറയുന്നത് ശരിയല്ല. ഒരുപാട് സന്തോഷിച്ച ഒരാളാണ് ഞാൻ. ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം ഇതിൽ മെജോറിറ്റി ആൾക്കാർ സ്ത്രീകളാണ് ഈ സംഘടനയിൽ. അപ്പൊ അതുകൊണ്ട് മെയിൻ കീ പോസ്റ്റുകളിലെല്ലാം സ്ത്രീകളാണ്. പക്ഷെ ആദ്യ ദിവസം തന്നെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവും പോരും വഴക്കും ഒക്കെയാണെന്ന് അറിയുമ്പോൾ വല്ലാത്ത ഒരു ഡിസല്യൂഷൻഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. ഇതിന്റെ ഭരണസമിതി തിരിച്ചുവിടണമെന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഈ അമ്മയുടെ തലപ്പത്തേക്ക്, നേതൃതലത്തിലേക്ക് വനിതകൾ എത്തുമ്പോൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ചും സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമുണ്ടാകുമെന്നൊക്കെ വലിയ രീതിയിൽ കുട്ടിഘോഷിച്ച, ചർച്ച ചെയ്യപ്പെട്ട ഒരു വലിയ മാറ്റമായിരുന്നു അമ്മയിൽ സംഭവിച്ചത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും മോശപ്പെട്ട രീതിയിലേക്ക് പോകുന്നു. നേതൃത്വത്തിനെതിരെ ചലച്ചിത്ര താരങ്ങൾ പോലും രംഗത്ത് വരുന്നു. ഈ അമ്മയിലെ തർക്കം നിയമ നടപടിയിലേക്ക് നീങ്ങുന്നു. ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? താരസംഘടനയായ അമ്മയിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തന്നെ 2 ചേരിയായി തിരിഞ്ഞ് പരസ്പരം പോരടിക്കുന്ന, ചെളിവാരി എരിയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് സംഘടന മുന്നോട്ട് പോകുന്നത്. ഏറ്റവും ഒടുവിലായി അറിയാൻ സാധിക്കുന്നത് നടി ഹൻസിബ ടിനി ടോമിനെതിരെ പോലീസിന്, മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെ പരാതി നൽകുവാനായി തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഹൻസിബ പരാതിയിൽ പ്രധാനമായും പറയുന്നത്, മാധ്യമങ്ങളടക്കം ഹൻസിബ ഇത് പറഞ്ഞിരുന്നു, ടിനി ടോം താൻ മതപരിവർത്തനത്തിന് ശ്രമിക്കുന്നു, അല്ലെങ്കിൽ തന്നെ പലരുടെയും പേര് ചേർത്തുകൊണ്ട് അവിഹിത കഥകൾ മെനയുന്നു എന്നീ കാര്യങ്ങളാണ് ടിനി ടോം തന്നെ കുറിച്ച് മറ്റു പലരോടും പറയുന്നതായി ഹൻസിബ അറിഞ്ഞിരിക്കുന്നു. ഇതിനെ തുടർന്ന് പോലീസ് നിയമ നടപടിയിലേക്ക് കടക്കുകയാണ് ഹൻസിബ എന്നാണ് ഏറ്റവും ഒടുവിലായി അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഉടനെ തന്നെ ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകുമെന്നാണ് ഹൻസിബ വ്യക്തമാക്കുന്നത്. അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസം നമുക്കറിയാം ലക്ഷ്മിപ്രിയ നടത്തിയ പത്രസമ്മേളനത്തിൽ ഹൻസിബയ്ക്കെതിരെ ഒരു പരാതി ഉന്നയിച്ചിരുന്നു. തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകി. പിന്നീട് 3 മണിക്കൂർ ചോദ്യം ചെയ്തതിനൊടുവിലാണ് ഹൻസിബയെ മാപ്പ് എഴുതി വാങ്ങി പോലീസ് വിട്ടയച്ചത്. ഈ ഒരു നടപടിക്കെതിരെയും തൃപ്പൂണിത്തുറ ഹിൽ പാലസ് വനിതാ സെല്ലിലെ ഉദ്യോഗസ്ഥർക്കെതിരെയും പരാതി നൽകുവാനാണ് ഹൻസിബ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും നിയമ നടപടിയിലേക്ക് ഹൻസിബ കടക്കുമ്പോൾ സംഘടനയിലെ മുതിർന്ന താരങ്ങളടക്കം ഇനി പരസ്യ പ്രസ്താവന, മാധ്യമങ്ങളിലൂടെയുള്ള പ്രസ്താവന അനുവദിക്കുന്നതല്ല, അല്ലെങ്കിൽ അത് വിലക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനം വന്നിരിക്കുകയാണ്. പ്രസിഡന്റ് ശ്വേതാ മേനോനാണ് അത്തരമൊരു നിർദ്ദേശം അംഗങ്ങൾക്കും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾക്കും സംഘടനയിലെ മറ്റ് താരങ്ങൾക്കും ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും പരാതിയുണ്ട്, അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചർച്ച ചെയ്യണമെങ്കിൽ അത് 21-ാം തീയതി ചേരുന്ന ജനറൽ ബോഡി യോഗത്തിൽ വിശദമായി പറഞ്ഞാൽ മതി. ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയമാണ്.
അന്ന് മാത്രം ഇക്കാര്യങ്ങൾ പറയുക. അതുവരെ മാധ്യമങ്ങളിലൂടെയുള്ള ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ അത് അവസാനിപ്പിക്കണം. ഇനി അത്തരം ഈ നടപടി അല്ലെങ്കിൽ ഈ ഒരു അറിയിപ്പ് ഉത്തരവ് ലംഘിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ കടുത്ത നടപടികളിലേക്ക് പോകുമെന്നുകൂടി പ്രസിഡന്റ് ശ്വേതാ മേനോൻ അംഗങ്ങളോടായി അറിയിച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ വീഴ്പ്പലക്കലിലേക്ക് പരസ്യ പ്രതികരണത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങിയപ്പോൾ അത് അമ്മയുടെ മുഖം തന്നെ വികൃതമായി. ഇപ്പോൾ ഇത് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്, പരസ്യ പ്രതികരണത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ ചില സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിനിടെയാണ് ഈ മുതിർന്നവർ ഭരണം ഏറ്റെടുക്കണം, നിലവിലെ ഭരണസമിതി പിരിച്ചുവിടണമെന്നൊരു ആവശ്യമൊക്കെ ഉയർന്നു വരുന്നത്. ഇത് പൂർണ്ണമായും പിരിച്ചുവിടുന്ന ഈ ഭാരവാഹികൾ പൂർണ്ണമായും പിരിച്ചുവിടുന്ന ഒരു നടപടി ഉണ്ടാകുമോ ഈ പ്രശ്നപരിഹാരത്തിന് വേണ്ടി? അതോ ചില ആളുകളെ ഈ ആരോപണ വിധേയരായിട്ടുള്ളവരെ അവർക്കെതിരെ മാത്രമായിരിക്കുമോ നടപടി ഉണ്ടാവുക? ഏറ്റവും വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയായിരുന്നു പുതിയ ഭരണസമിതി ചുമതലയേറ്റത്. പ്രത്യേകിച്ച് വനിതകളാണ് തലപ്പത്ത്. പ്രസിഡന്റായി ശ്വേതാ മേനോനും ജനറൽ സെക്രട്ടറിയായി കുക്കു പരമേശ്വരനുമാണ് ചുമതലയേറ്റത്. ആ ഒരു സാഹചര്യത്തിൽ സംഘടനയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ശരിക്കും ഈ അമ്മ എന്ന സംഘടന മുന്നോട്ട് വയ്ക്കുന്ന ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളുണ്ട്. അതൊക്കെ കൃത്യമായി തന്നെ മുന്നോട്ട് പോകും. ആശ്രിതരായിട്ടുള്ളവർക്ക് ഒരുപാട് സഹായങ്ങൾ ലഭിക്കും. അതിനാണ് കൂടുതൽ ഊന്നൽ നൽകുക എന്നായിരുന്നു സംഘടനയിലെ മറ്റംഗങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷെ അതിന് വിപരീതമായി ആ ഒരു ഉദ്യമം മുങ്ങിപ്പോവുകയും പകരം ഇവർ പരസ്പരം പഴിചാരുകയും ഈ പറയുന്ന പോലെ ചെളിവാരി എറിയുന്ന ഒരു സാഹചര്യങ്ങളിലേക്കൊക്കെ കടക്കുമ്പോൾ അത് സംഘടനയെ തന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ അല്ലെങ്കിൽ പൊതു ഇടത്തിൽ വളരെ മോശമായി ചിത്രീകരിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു പോകുന്നു എന്നാണ് മുതിർന്ന താരങ്ങളടക്കം പറയുന്നത്. ഇന്ന് മല്ലിക സുകുമാരനടക്കം ഇതിലൊരു പ്രസ്താവന നടത്തിയത് മോഹൻലാലും മമ്മൂട്ടിയെ പോലുള്ള മുതിർന്ന താരങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടണം, ആവശ്യമെങ്കിൽ ഈ കമ്മിറ്റിയെ പിരിച്ചുവിട്ട് പുതിയൊരു കമ്മിറ്റിയെ തിരഞ്ഞെടുക്കണം എന്നൊരാവശ്യമാണ് മല്ലിക സുകുമാരനും അതോടൊപ്പം തന്നെ മാലാ പാർവതി അടക്കമുള്ളവർക്ക് ഉന്നയിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകുമോ? പകരം ഇപ്പോൾ ആരോപണ വിധേയരായി നിൽക്കുന്ന, അതായത് കുക്കു പരമേശ്വരനെതിരെ 2 പരാതികളാണ് പോലീസിന് മുന്നിൽ നിൽക്കുന്നത്. ഹൻസിബ എന്തായാലും രാജിവെച്ച് പുറത്ത് പോയിട്ടുമുണ്ട്. അപ്പോൾ ഇപ്പൊ ടിനി ടോമിനെതിരായിട്ടുള്ള ആരോപണം നിലനിൽക്കുന്നുണ്ട്, ഉണ്ണി ശിവപാലിനെതിരായിട്ടുള്ള ആരോപണം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ആരോപണ വിധേയരെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് ആ സ്ഥാനത്തേക്ക് പുതിയൊരാളെ കൊണ്ടുവന്നാൽ പോരെ, അങ്ങനെ ഒരു ഘട്ടത്തിലേക്കായിരിക്കുമോ സംഘടന കടക്കുക എന്നതാണ് ഉറ്റുനോക്കുന്നത്. എന്തായാലും 21-ാം തീയതി ചേരുന്ന ജനറൽ ബോഡി യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യും. അതിൽ മുതിർന്ന താരങ്ങളടക്കം ഈ ജനറൽ ബോഡിയിൽ പങ്കെടുക്കുമെന്നാണ് ശ്വേതാ മേനോൻ അടക്കം പ്രതീക്ഷിക്കുന്നതും. ആ ഒരു യോഗത്തിന് ശേഷമായിരിക്കും ഈ വിഷയത്തിൽ കൂടുതൽ നടപടികളിലേക്ക് കടക്കുക. എന്തായാലും ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കുക്കു പരമേശ്വരനെതിരെ വലിയ എതിർപ്പ് തന്നെയാണ് ഒരു വിഭാഗം ആളുകൾ, ഒരു വിഭാഗം നടീനടന്മാർ ഉന്നയിക്കുന്നത്. വ്യക്തമാണ്. നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.